കുറച്ച് ചായ കുടിക്കട്ടെ. നിനക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എടാ നിന് ചായ ഉണ്ട്. എടാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ളത് ചോദിക്കുന്ന പോലെ തന്നെയാണ് ചെടിയാണോ വിത്താണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ വിത്താണ് ആദ്യം ഉണ്ടായത്. അതെങ്ങനെ പറയാൻ പറ്റും? മുട്ടയാണോ കോഴിയാണോ എന്നതിന് ഉത്തരം പറയാൻ പറ്റാത്ത പോലെ തന്നെ ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. എടാ ഇതിന് ഉത്തരം പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ? ഹലോ, എന്താ? എടാ അതായത് എല്ലാത്തിനും മുമ്പുണ്ടായത് ഭൂമിയല്ലേ? അതെ അല്ലേ? അതില്ലേ, നിങ്ങൾ അഭിനയിക്കല്ലേ? മനസ്സിലായോ? ഭൂമിയാണ് ആദ്യം ഉണ്ടായത്. ആ ഭൂമിക്കകത്തൊരു വിത്ത് ഉണ്ടായത് കൊണ്ടല്ലേ അത് മുളച്ച് പിന്നെ ചെടിയായിട്ട് വന്നത്. ഓക്കെ, ആ പക്ഷെ ആ വിത്ത് അവിടെ എങ്ങനെ വന്നു? വിത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം വിത്ത് അവിടെ കൊണ്ടുവച്ചതായിരിക്കും. പിന്നെ ആ മുട്ടയും ദൈവം കൊണ്ടുവച്ചു അല്ലെ ദൈവം ഉണ്ടാക്കി? മുട്ട ദൈവം എന്താ മുട്ട വ്യാപാരി? എടാ നിനക്ക് ഡിബേറ്റ് ചെയ്യാറിയില്ല. എടാ അതല്ല എടാ മുട്ട മുട്ട നോൺ വെജ് ആണ്, ദൈവം വെക്കൂല, വിത്ത് വെക്കും. എന്നിട്ട് എടാ എന്നാ സ്വന്തം അമ്മയാണ്, അവരൊന്ന് ചത്തോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കാതെ ചുമ്മാ അങ്ങ് സ്ലോ മോഷനിൽ നടന്ന് പോവാണ്. ഹായ് എന്നിട്ട് ഫുൾ ടൈം സ്റ്റണ്ട് തന്നെ, അതൊരു ലോജിക്കും ഇല്ല. എന്ന് വെച്ചാൽ വെറുതെ ഇടിയാണ്, അത് ഫുൾ ടൈം വള്ളി കിടന്ന് തൂങ്ങിക്കളിയാണ്, താഴ്ത്തു നിന്നല്ലേ. എന്തിനാ ഇടിയൊക്കെ പക്ഷെ മേടിച്ചു കൂട്ടിയേ? എന്തിനാണെന്ന് ചിലപ്പോ സ്ലോ മോഷനിൽ തിരിച്ചു പോയി ഇടിക്കാനൊക്കെയും കുറച്ച് കഴിയുമ്പോ. എടാ ഒരു ലോജിക്കില്ലെന്നല്ലേ ഞാൻ പറയുന്നത്, പിന്നെ എന്തിനാ ചോദിച്ചിട്ടുള്ള കാര്യമുള്ള. സോറി ഞാൻ പടം കാണണ്ടെന്നാണ് നീ പറയുന്നത്? കണ്ടോ, അല്ലെങ്കിൽ വല്ല ശത്രുക്കൾക്കും കാണാൻ സജസ്റ്റ് ചെയ്തു. അതിന് നിനക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാ? ഉണ്ടല്ലോ നിന്റെ ലെജൻഡറി ചേട്ടൻ. എങ്ങനെ ഓർക്കണോ? അച്ഛടാ അയ്യോ അതെ കാര്യം പൊളിക്കണ്ടേ? ഞാൻ വിളിച്ചു നിങ്ങൾ മറന്നുപോയി. പിന്നെ നേരത്തെ ചോദിക്കാം, നിങ്ങൾ അഭിനയിക്കല്ലേ? ഒറ്റ വിദേശല്ല. ആൾക്കാരുടെ ലിസ്റ്റ് റെഡി. ഇനി കേക്ക്, ഫുഡ്, ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് നമുക്കെല്ലാം നമ്മൾ ഒരുമിച്ച് വാങ്ങിയാൽ പോരെ? അപ്പോൾ നല്ല വിലയുള്ളതാണ്. ഞാൻ അതിനൊരു 5000 ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കുഴപ്പമില്ല. ഈ ഫുഡിന്റെ കാര്യം എങ്ങനെ? ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. ആക്ച്വലി ഞാൻ അത് ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞാൽ വന്നതിന് 2 മണിക്കൂർ മുന്നേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. ഓക്കെ, എത്ര പേരുണ്ട് ഇപ്പം? ഇപ്പം മൊത്തം 20 പേരുണ്ട്. 20 പേർക്ക് നമുക്കിവിടെ സ്പേസ് ഉണ്ടാവും? സ്പേസ് എന്താ പ്രശ്നം? അല്ല, നമ്മളടക്കം ഇപ്പോൾ 25 പേരുണ്ട്. 25 പേരോ? എവിടെ നോട്ടെ? ഇത് നിങ്ങളുടെ ഓഫീസ് മുഴുവനുണ്ടോ? എന്താ സത്രോ? എന്റെ ഓഫീസിൽ 10-75 പേരുണ്ടാവും. അവരൊക്കെ ഉണ്ട് ഇതില്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ലക്കിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എടാ എന്നാലൊന്നും ആലോചിച്ച് 10-20 പേരും പിന്നെ നമ്മളും എന്ത് തെക്കും തിരക്കുമായിരിക്കും അറിയോ? നമുക്ക് ഈ ടേബിൾ അങ്ങോട്ട് മാറ്റാം, എന്നിട്ട് താഴത്തെല്ലാം അറേഞ്ച് ചെയ്യാടാ. നീ എന്തൊക്കെയാ പറയുന്നത്? പാർട്ടി താഴ്ത്താ? എന്ത് പ്ലാനറാണോ? ഓറാക്കല്ലടാ. ഇതാണ് എന്റെ റൊമാൻസ്. എന്നാ ഒരു പറ കേക്കട്ടെ. എടാ ആദ്യം തന്നെ ഇതിനകത്തുള്ള ഓഫീസിലുള്ള കുറെ ആൾക്കാരെ ഞാൻ കളയും. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യണോ പ്ലാൻ? അത് വേണ്ട, നമുക്ക് DAG കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാം. ഇത്രയും പേർക്കാ? പിന്നല്ലാതെ. എടാ ഇത്രയും ഒന്നാമത് 10 പേരാക്കിയിട്ട് അവർക്ക് വേണ്ടി കുക്ക് ചെയ്താൽ മതി. ഒന്നാമത് പുറത്ത് മേടിക്കുന്നതിന്റെ പകുതി കാശാവുള്ളൂ, അതൊക്കെ മതി. പിന്നെ ഒരാവശ്യമില്ല, ബാക്കി നമ്മളിവിടെ ഉണ്ടല്ലോ, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ കേക്ക് എന്താ പരിപാടി? കേക്ക് അവൻ പുറത്തേക്ക് ഇരിക്കല്ലേ? അപ്പൊ അവനോട് തന്നെ മേടിച്ചോണ്ടിരാൻ പറയാം, അവൻ മേടിച്ചോളൂ. പിന്നെന്താ സാധനം? ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ് എങ്ങനെയാണ്? ഗിഫ്റ്റ് നമ്മളെല്ലാരും കൂടി വാങ്ങാനാ പ്ലാൻ. 1000 രൂപയുടെ. 5000 രൂപ? എന്നൊരു കാര്യം വേണ്ട, നമുക്ക് 25,000 വിളിക്കാട്ടോ വേണമെങ്കിൽ. അടിപൊളി. അപ്പൊ അവരുടെ നിന്നും കൂടി പൈസ പിരിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം. പോലടാ, എന്താടാ ഇഷ്ടായില്ലേ? ഹലോ, എന്താ എന്റെ ഐഡിയ വർക്ക് ചെയ്യില്ലേ? പിന്നെന്താ വർക്ക് ചെയ്യില്ലേ? ഞാൻ വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞോ? അയ്യോ സോറി. എടാ ഞാൻ ചുമ്മാ കളിക്കല്ലേ. ഞാൻ നല്ലൊരു അടി തരട്ടെ. നീ കുറച്ചു കൂടുന്നുണ്ട് കേട്ടോ. എടാ ഇങ്ങനെ തമാശക്കില്ലെങ്കിൽ പിന്നെന്താ രസം? ശരിയാ, എനിക്കിനി തമാശയൊക്കെ അറിയാം. അടുത്ത പ്രാവശ്യം അവയുടെ ഷർട്ടോ മൊബൈലോ കാണാണ്ടാവുമ്പോ മീനു കാണാനില്ല എന്ന് പറഞ്ഞെന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ ത്രില്ലാക്കി തരാം. അത് പറയട്ടെ, നാളെ തൊട്ട് തുണിയൊക്കെ ഒറ്റക്ക് വാഷ് ചെയ്യാൻ പഠിക്കണോട്ടോ. അയ്യോ, ഞാൻ വാഷ് ചെയ്തതിന്റെ ക്വാളിറ്റി പോകുമ്പോഴാ
അങ്ങനെ ചെയ്ത് ചെയ്ത് ആണ് നമ്മൾ ക്വാളിറ്റി പഠിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഓക്കെ പറയുന്ന കണ്ണാ, ദാ നിക്കടാ, നീ plan ചെയ്തോ, ദാ, ദാ, ദാ നിക്കടാ, വാ, വാ.